ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരവിന്റെ നഗ്നമായ മാറിനെ മഹി ഞെരിച്ചുടെ ചമർത്തി ചുംബിച്ചതും ആരവനെ കൂടുതൽ വരഞ്ഞു മുറുക്കി വിവശതയോടെ വിളിച്ചു പോയി. ആരവിനെ വിളിക്കൊന്ന് മൂളിക്കൊണ്ട് മഹി ആരവിന്റെ മാറിലേക്ക് മുഖം പൊഴുത്തി ആരവിന്റെ മാറിലായി കുസൃതി കാണിച്ചതാണെന്ന് ആരവിന്റെ വയറിലും ഒതുങ്ങിയ അരക്കെട്ടിലുമെല്ലാം ചുംബനങ്ങൾ നിറച്ച് മഹിയുടെ നാവ് ആരവിന്റെ പൊക്കിൾച്ചൊടിയുടെ ആഴം വളർന്നെടുത്തതും ആരു പരവേശത്തോടെ മഹിയുടെ മുടിയിൽ കൈകൾ കോർത്തു വലിച്ചു. സമയം കടന്നു പോകവേ ഇരുവരുടെയും ഉള്ളവും മറ്റൊന്നിനും വേണ്ടി ദാഹിക്കാൻ തുടങ്ങിയതും അവന്റെ കൈകൾ കൊണ്ട് അവളുടെ ദേഹത്തെ ഉടയാടകൾ നീക്കി അവളെ നഗ്നയാക്കുന്നതോടൊപ്പം മഹിയുടെ ദേഹത്തെ വസ്ത്രങ്ങൾ അവളാൽ അഴിച്ചു മാറ്റിയിരുന്നു. കണ്ണുകൾ വിടത്തി തന്റെ നഗ്നമേനിയിലേക്ക് വീടുകൾ ഉറച്ചു നിൽക്കുന്ന മഹിയെ കണ്ടതും ആരുവിന്റെ മുഖം ചുവന്നു കയറി. ഒപ്പം അവന്റെ നോട്ടം താങ്ങാനാവാതെ ആരും മിടികൾ ഇറുകയടച്ചു. മഹി ആരുവിനെ വരിഞ്ഞു മുറുക്കി ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങി. മഹിയുടെ ചുണ്ടുകൾ അവളോടില്ലാതെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മഹിയുടെ ഉമിനീരിനാൽ അവളുടെ ദേഹമൊട്ടാകെ കുളിർത്തുപോയി. ഒപ്പം മഹിയുടെ കൈകളുടെയും നാവിന്റെയും ചുണ്ടിന്റെയും കുസൃതിയിൽ ആരു തളരുതയായിപ്പോയി. മഹി പതി അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയതും വേദന കാരണം ആരോ അലറി വിളിച്ചു. അവളുടെ കണ്ണുകൾ വേദനയിൽ കാഠിന്യത്തിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഒന്നുമില്ല, ഇപ്പൊ പോവും വേദന. മഹി പതിയെ ചലിച്ച ആരുവിന്റെ നെറ്റിയിലും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലുമെല്ലാം ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ആരു വേദന കടിച്ചു പിടിച്ച് മഹി ഇറുകെ പിടിച്ചതും മഹിയുടെ മുതുകിലും കഴുത്തിലുമെല്ലാം ആരുവിന്റെ കയ്യിലെ നഖങ്ങൾ പോരൽ വീഴ്ത്തി. കുറച്ചു സമയം കഴിഞ്ഞതും ആരുവിന് വേദന മാറി സുഖമുള്ള അനുഭൂതി അവളെ കീഴടക്കി തുടങ്ങിയതും അവളിൽ നിന്നും ഉയർന്ന കുറുകലും ശിൽക്കാര ശബ്ദങ്ങളും മഹിയിൽ ആവേശം ഇരട്ടിയാക്കി വിയർപ്പ് കണങ്ങൾ കൂടിച്ചേർന്ന് ഒന്നായി ഒഴുകിയിറങ്ങി. ഇരുവരുടെയും നിശ്വാസങ്ങളും പുലമ്പലുകളും പിണക്കങ്ങളും ചിരിയും കുറുകലും നിമിഷങ്ങൾ പോകുന്തോറും ആ മുറിയിൽ ഉയർന്നുകൊണ്ടേയിരുന്നു. സമയം കടന്നു പോകുന്തോറും മതിവരാത്തതുപോലെ ഇരുവരും വീണ്ടും വീണ്ടും ഒന്നായി അലിയാൻ തുടങ്ങി. ഇരുദേഹങ്ങളും വെട്ടിവിറച്ചു. ഒടുക്കം തളർച്ചയോടെ മഹി ആരുവിന്റെ മാറിലേക്ക് വീണതും തളർച്ചയ്ക്കിടയിലും അവന്റെ കൈകൾ അവളെ തന്റെ മാറിലായി ചേർത്ത് പിടിച്ചു. അണപ്പൊന്ന് മാറിയതും മഹി മുഖമുയർത്തി ആരുവിനെ നോക്കി. ആകെ ചുവന്നു തുടുത്ത് സിന്ദൂരം നെറ്റിയിലാകെ പടർന്ന് അഴിഞ്ഞുലഞ്ഞ മുടിയും പാതി കൂമ്പിയിടഞ്ഞ മിഴികളും വീർത്ത് കുളിച്ച് പരവശയായി കിടക്കുന്നവളെ മഹി കണ്ണിമ വെട്ടാതെ നോക്കിക്കിടന്നു. തന്റെ കൈകളുടെ കരവിരുതിന്റെ ബാക്കിയെന്നോണം ചുവന്നിരിക്കുന്ന അവളുടെ ശരീരം കണ്ടതും മഹിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആരവിൽ നിന്നും മടന്നു മാറി ചെരിഞ്ഞു കിടന്ന് തല കൈകൊണ്ടും താങ്ങി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ആരു പതിയെ കണ്ണു തുറന്ന് നോക്കിയതും അവളുടെ മിഴികളുടക്കിയത് തന്നെ മിഴിവെട്ടാതെ നോക്കിക്കിടക്കുന്ന മഹിയുടെ മുഖത്തായിരുന്നു. ശരീരത്തിൽ വല്ലാത്ത തണുപ്പ് തുറന്നു കയറുന്നത് പോലെ തോന്നി. സ്വയം നോക്കിയതും തന്റെ കോലം കണ്ട് ആരവിന്റെ കണ്ണു മിഴിഞ്ഞു. കൂടെ ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വന്നതും ആരവിന്റെ മുഖത്ത് രക്തം ഇരച്ചു കയറി. തന്നെ നോക്കിക്കിടക്കുന്ന മഹിയെ കൂടി കണ്ടതും ആരവ് അപ്രാളത്തോടെ സേഡിൽ കിടന്ന പുതപ്പെടുത്ത ശരീരമാകെ മൂടി മഹിക്കെതിരായി തിരിഞ്ഞു കിടന്നു. പെട്ടെന്നുള്ള ആരവിന്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാതെയും തന്റെ കണ്ണുകളുടെ രസം മുറിഞ്ഞതുമായ ദേഷ്യത്തിൽ മഹിയുടെ മുഖത്ത് ചിരിമാഞ്ഞ് കണ്ണുകൾ കൂർത്തു. തിരിഞ്ഞു കിടക്ക ആരിശി. ആരവിന്റെ വിയർപ്പ് പറ്റിയ പിൻകടത്തിൽ ചുംബിച്ച് ആ വിയർപ്പ് തുള്ളികളെ തുടച്ചെടുത്ത് പുതച്ച പുതപ്പ് വലിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മഹി പറഞ്ഞതും ആര് വിവശതയോടെ കണ്ണുകൾ ഇറുകയടിച്ച് ഇല്ലെന്ന രീതിയിൽ മൂടി. നിന്റെ നാണം കണ്ടാ തോന്നുന്നു ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന്. ഇനി നാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പൊതിഞ്ഞു വെച്ചതൊക്കെ ഞാൻ നല്ല വെടിപ്പായിട്ട് തന്നെ കണ്ടതാ. കൂടെ പുതപ്പനിലൂടെ കൈ കടത്തിക്കൊണ്ട് മഹി പറഞ്ഞു തുടങ്ങിയതും അവൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പായി ആര് വേഗം തിരിഞ്ഞു കിടന്ന മഹിയുടെ വാപത്തി. കാരണം നല്ലതൊന്നും അവന്റെ വായിൽ കൂടി വരില്ലെന്ന് അവൾക്കറിയാം. ദയവ് ചെയ്ത് ഈ വാ തുറക്കല്ലേ. ആരുവിന്റെ കൈകൾ എടുത്തു മാറ്റി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ആരുവിനെ തന്നോട് ചേർത്തു. അവന്റെ കരുത്തുറ്റ ദേഹത്തിൽ തന്റെ ശരീരം അമർന്നതും ആരും ഒന്ന് വിറച്ച് പരവേശത്തോടെ മഹിയെ നോട്ടം മാറ്റി. അതെന്താ ഞാൻ വാ തുറന്ന? ആരു പറഞ്ഞത് കേട്ട് അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു. വൃത്തികേട് മാത്രമേ വായിന് വരൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഭാര്യ വൃത്തികേടാകുന്നത്? ഏതായാലും ഇന്നലെ ഈ ബോധം നിന്നെ കണ്ടില്ലല്ലോ. ആരുവിനെ വരിഞ്ഞു മുറുക്കി കള്ളച്ചിരിയോടെ മഹി ചോദിച്ചതും ആര് മഹിയുടെ ഷോൾഡറിൽ ഒരു പിച്ച് വെച്ച് കൊടുത്തു. പോടോ ചെകുത്താന്, വായിക്ക് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരൂ. ആര് കള്ളദേശത്തിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചേകുതാ നിന്റെ തന്ത മോദവൻ. ആര് തന്നെ വിളിച്ചത് ഇഷ്ടപ്പെടാതെ മഹി കെറുവോടെ പറഞ്ഞതും ആരവനെ കണ്ടിട്ട് നോക്കി. ദേ പെണ്ണെ, നീ ഇങ്ങനെ ഒന്നും നോക്കല്ലോ. അല്ലേ തന്നെ പിടിവിട്ട് കിടക്കുക. കുറെ ആയില്ലേ, ഇനി നീ താങ്ങില്ലേ?
ആരുവിന്റെ ചൂണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് മഹി പറഞ്ഞതും ആരുവിന്റെ അകന്നു പോയ വെപ്രാളം അവൻ പറഞ്ഞത് കേട്ട് തിരികെ വന്നു. ഞാൻ എണീക്കട്ടെ? ആരും മഹിയുടെ കരവലയത്തിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. പ്ലീസ് മഹിയേട്ടാ. ഞാൻ വിടാം, പക്ഷേ ഇന്നലെ നീ എന്തോ എന്നെ വിളിച്ചില്ലായിരുന്നു. ആ പേരൊന്നുകൂടെ വിളിക്ക്, എന്നാ ഞാൻ വിടാം. ആരുവിനെ ബെഡിലേക്ക് കിടത്തി അവളെ ലോക്കാക്കിക്കൊണ്ട് മഹി പറഞ്ഞതും ആരുവിന്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ഞാൻ മഹിയേട്ട എന്നാ വിളിച്ചത്? നീ ആദ്യം അതാ വിളിച്ചത്, പിന്നെ വേറെ എന്തോ വിളിച്ചത്. അപ്പോഴത്തെ ആക്രാന്തം കാരണം കാര്യത്തിൽ ശ്രദ്ധിക്കാനും പറ്റിയില്ല. തല ചൊരിഞ്ഞുകൊണ്ട് മഹി പറഞ്ഞു. അപ്പൊ അറിയാം ആക്രാന്തം കാണിച്ചു എന്നില്ലേ? പുതപ്പ് മുറുകെ പിടിച്ച് മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. പട്ടിണി കിടന്നവന്റെ മുന്നിൽ നല്ല ബിരിയാണി കൊണ്ടുവച്ചാ ആരായാലും ആക്രാന്തം കാണിക്കുവേ? ആര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടിക്കൊണ്ട് മഹി പറഞ്ഞു. മഹിയുടെ സംസാരത്തിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലെന്ന് കരുതി ആരുവിനൊന്നും മിണ്ടാതെ പോയില്ല. ആരുഷി, പുതപ്പിനിടയിലൂടെ ആരുവിന്റെ മാറിലേക്ക് കൈകളെ അയച്ചുകൊണ്ട് മഹി വിളിച്ചു. ശരിക്കും എനിക്ക് ഓർമ്മയില്ല മഹിയേട്ടാ. മാറിൽ മുറുകിയ മഹിയുടെ കൈകളെ തടയാൻ ശ്രമിച്ച ഒന്നും അറിയാത്ത പോലെ ആര് പറഞ്ഞു. ആണോ? എന്നാ ഞാൻ ഓർമ്മിച്ചു തരാം. ആരുവിന്റെ മാറിൽ ആ മുത്തിനെ വിരൽ കൊണ്ട് ഞൊടിച്ചു വിട്ട് മഹി പറഞ്ഞു. ആ മഹിയേട്ടാ. മഹിയുടെ ഷോൾഡറിൽ മുറുകെ പിടിച്ച് വേദന കൊണ്ട് എരിവ് വലിച്ചുകൊണ്ട് മഹിയോടായി ആര് പറഞ്ഞു. എന്നാൽ മഹി അതൊന്നും കാര്യമാക്കാതെ ഇത്രയും ബലമായി തന്നെ ആരുവിന്റെ മേലിൽ നിന്ന് പുതപ്പടർത്തി മാറ്റി ആര് തടയുന്നതിന് മുമ്പായി തന്നെ ആരുവിന്റെ ദേഹത്തേക്ക് അമർന്നു. മഹിയുടെ മുഖം ആരുവിന്റെ കഴുത്തിലേക്ക് പൂഴ്ത്തിയവൻ ആരുവിന്റെ തൊണ്ടക്കുടിയിൽ അമർത്തി ചുംബിച്ചതും ആരൊന്ന് പിടഞ്ഞ് മഹിയുടെ മുതുകിലും ഷോൾഡറിലും വെറുതെ പിടിച്ച് കിടന്നു. ആരുവിന്റെ കഴുത്തിലാകെ മഹിയുടെ ചുണ്ടുകൾ ചുംബനങ്ങൾ തീർത്തൊഴുകി നടന്നു. അവളിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ പോലും വിടാതെ കൊതിയോടെ മഹി നുണഞ്ഞെടുത്തു. ഒപ്പം കൈകൾ ആരുവിന്റെ മാറിൽ മുറുകിയും അയഞ്ഞും കുസൃതി കാണിച്ച് നടന്നു. ആരു തന്നിൽ നിന്നും മുതിർന്ന ശബ്ദത്തെ തടയാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കിടന്നു. പതിയെ പതിയെ കുസൃതി കാണിച്ച് മഹിയുടെ അതിരങ്ങളിൽ അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി. ആരുവിന്റെ വലതുമാറിലെ മുത്തിനെ മഹി കടിച്ചു വലിച്ചു നുണയാൻ തുടങ്ങി. ഒപ്പം ഒരു കൈ ആരുവിന്റെ ഇടതുമാറിൽ തന്നെ വിശ്രമിച്ചു. മറുകൈ കുസൃതി കാണിച്ച് ആരുവിന്റെ നാഭിച്ചുഴിയിൽ വിരൽ കടത്തി ഒന്ന് കറക്കിയതും ചൂണ്ടിനെ ഭേദിച്ച് അവളിൽ നിന്നും ശിൽക്കാര ശബ്ദം ഉയർന്നു. അതോടെ മഹിയുടെ ആവേശം ഒന്നുകൂടെ കൂടി. വയറും കടന്ന് മഹിയുടെ കൈകൾ താഴേക്ക് അരിച്ചിറങ്ങിയതും മാരൊന്ന് പിടഞ്ഞു. അവളുടെ മിഴികൾ ആലാസത്തിൽ കൂമ്പിയടഞ്ഞു പോയി. സമയം കടന്നു പോകും തോറും വീണ്ടും ഇരു ശരീരങ്ങളും ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു. യദുട്ടാ. മഹിയുടെ ചുണ്ടുകളുടെ കുസൃതിയും വിരലുകളുടെ ചലനവും സൈകവ്യാധിയായതും നാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ കാലിലെ പിരവിരൽ കുത്തിപ്പോന്തി മഹിയുടെ മുടിയിൽ വിരൽ കടത്തി വലിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ മേലോട്ട് മറയുന്ന കണ്ണുകളോട് വിവശതയോട് ആര് വിളിച്ചു. പതിയാണെങ്കിലും ഇപ്രാവശ്യം ആര് വിളിച്ചത് മഹി വ്യക്തമായി കേട്ടിരുന്നു. അവളുടെ ആ വിളിയിൽ അവന്റെ കണ്ണുകൾ പിറന്നു. തൻ്റെ അതരങ്ങളെയും വിരലുകളെയും മോചിപ്പിച്ച് മഹിയൊന്നുയർന്ന് ആരുവിന്റെ മുഖത്തിന് അഭിമുഖമായി ആരിന്റെ ഇരു സൈഡിലും കൈകൾ കുത്തിനിന്ന് അവളുടെ മുഖമെല്ലാം ചുംബനങ്ങൾ കൊണ്ട് നിറച്ചു. പൊന്ന, ഒന്നുകൂടെ വിളിച്ചേ. ആരുവിന്റെ ചുണ്ടിൽ അമർത്തിമുത്തി ആകാംക്ഷയോടെ ആരുവിന്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ടും മഹി പറഞ്ഞതും അവന്റെ മുഖത്ത് തെളിച്ചം കണ്ട ആരുവിന്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. മഹിയുടെ കഴുത്തിലും കൈയിട്ട് ആരു അവനെ തന്നിലേക്ക് ചേർത്തതും അവളുടെ പഞ്ഞി പോലുള്ള ശരീരത്തിന്റെ മൃദുലതയിൽ മഹിയിൽ നിന്നും ഒരു ആർദ്രനാഥം ഉയർന്നു. പ്ലീസ് ആരുഷി, ഒരു പ്രാവശ്യം മതി പ്ലീസ്. കിതപ്പോടെ ആരുവിന്റെ മുഖത്തേക്ക് നോക്കി മഹി പറഞ്ഞതും ആരുവിന്റെ കൈ അവനെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ച് മറകെ കൊണ്ട് പതിയെ മഹിയുടെ കവിളിൽ തലോടിയതും അവളുടെ കൈകളുടെ മാന്ത്രികതയിലും മുഖത്ത് തട്ടുന്ന അവളുടെ ചുടുനിശ്വാസത്തിലും മഹിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. യദുട്ടാ. പതിയെ മഹിയുടെ കീച്ചുണ്ടിനെ കടിച്ചു വലിച്ചു വിട്ട് ആര് വിളിച്ചതും മഹി കൂമ്പിയടഞ്ഞ മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് മഹി സന്തോഷത്തോടെ ആരുവിനെ നോക്കിയതും ആ നിമിഷം തന്നെ മഹിയുടെ അതരങ്ങൾ അപ്പാടെ വായിലാക്കി നുണയാൻ തുടങ്ങി. മഹിക്ക് തന്നെ തിരിച്ച് ചുംബിക്കാൻ ഒരു അവസരം കൊടുക്കാതെ ആരും ആവേശത്തോടെ മഹിയുടെ അതരങ്ങളെ മാറി മാറി നോക്കിരുന്നുകൊണ്ടിരുന്നു. ഒപ്പം അവന്റെ കവിളിൽ തലോടിയിരുന്ന ആരുവിന്റെ ഇടത് കൈ താഴെ കിടങ്ങി അവന്റെ കഴുത്തിലും നെഞ്ചിലുമെല്ലാം തലോടി നടന്നു. ആരുവിന്റെ കുസൃതിയിൽ മഹിക്ക് തന്റെ ദേഹം ഭാരമില്ലാതായി മാറുന്നത് പോലെ തോന്നിയതും മഹി അവൾ ഇറുകെ പിടിച്ചു. ഇടയ്ക്ക് മഹിയുടെ അതരങ്ങളെ മോചിപ്പിക്കാതെ മഹിയെ ബെഡിലേക്ക് കിടത്തി അവനിലേക്ക് അമർന്ന് വീണ്ടും അതരങ്ങൾ വിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്വാസം വില്ലനായി വന്നതും ആരും മഹിയുടെ അതരങ്ങളെ മോചിപ്പിച്ച് അവന്റെ കഴുത്തിരക്കിലായി മുഖം പൊഴുത്തി അവിടെ അമർത്തി ചുംബിച്ചതും മഹി ഒന്ന് വെട്ടിവിറച്ചു പോയി. ആരുവിന് ചുണ്ടുകൾ മഹിയുടെ കഴുത്താകെ ചുംബനം നിറച്ച് മഹിയുടെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങി. ആരുവിന്റെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലും ആകെ ഒഴുകി നടക്കാൻ തുടങ്ങി.
പതിയെ പതിയെ അവളും അവനിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു. മതിയാവാതെ വീണ്ടും വീണ്ടും ഇരുവരും തങ്ങളുടെ പ്രണയ നിമിഷം ആസ്വദിച്ചു. രതിമൂർച്ചയിലെത്തുമ്പോഴുള്ള ആ വിളി മഹിയെ കൂടുതൽ ഉന്മാദനാക്കിയിരുന്നു. ഫോണിലെ മെസ്സേജിലൂടെ കേട്ടാണ് ആര് പിന്നെ കണ്ണു തുറക്കുന്നത്. തന്നെ വരിഞ്ഞു മുറുക്കി ചേർത്ത് പിടിച്ച് മാറിൽ മുഖം പൂഴ്ത്തി കിടന്നുറങ്ങുന്ന മഹിയെ കണ്ടതും അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു മുമ്പ് ക്ഷീണം കാരണം ഇരുവരും ഉറങ്ങിപ്പോയിരുന്നു. ശാന്തമായി ഉറങ്ങുന്ന മഹിയെ കണ്ട ആരുവിന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവനൊന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് മഹിയുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടി ഒതുക്കി സ്നേഹത്തോട് അതിലുപരി ശാന്തമായ അവന്റെ മുഖം കണ്ട് ഉള്ളിൽ നിറഞ്ഞ വാത്സല്യത്തോട് ആരോ അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഭർത്താവാണല്ലോ, ഭാര്യയുടെ ആദ്യ കുഞ്ഞ്. ആ നിമിഷം അവളിൽ ശരിക്കും മഹിയോട് തന്റെ കുഞ്ഞിനോടെന്ന പോലുള്ള സ്നേഹമായിരുന്നു. ആരുവിനെ എണീക്കണമെന്നുണ്ടെങ്കിലും മഹി തന്നെ വിടാതെ മുറുകെ പിടിച്ച് കിടക്കുന്നത് കാരണം അവൾക്കതിന് സാധിച്ചിരുന്നില്ല. മഹിയാണെങ്കിൽ നല്ല ഉറക്കായത് കൊണ്ട് അവൾക്ക് അവനെ വിളിച്ച് എണീപ്പിക്കാൻ തോന്നിയില്ല. അത് കാരണം ആരും മഹിയെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ തലയിൽ തലോടി അവിടെ തന്നെ കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ ആരുവിന് മനസ്സിലേക്ക് പഴയതെല്ലാം ഓടിയെത്തി. ഒരു നിമിഷം ദേവന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞതും അവനെ സ്നേഹിച്ച അവളോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നി. പക്ഷേ ദേവനെ സ്നേഹിച്ചതിനേക്കാൾ 100 ഇരട്ടി താനിപ്പോൾ മഹിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആരുവിന്റെ മനസ്സ് അവളോട് പറഞ്ഞു. മഹിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും ആര് കൈയെത്തിച്ച് ടേബിളിലുള്ള മഹിയുടെ ഫോൺ എടുത്തു.